അപ്പോൾ നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്ക് ഏറ്റവും പറ്റിയ ഒരു സിറ്റി കാർ എന്ന് ഞാൻ കരുതുന്ന മാരുതിയുടെ ഇഗ്നസിന്റെ ഓണറിനെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. നമസ്കാരം. നമസ്കാരം സർ. പേര്? നിമ്മി. എന്ത് ചെയ്യുന്നു നിമ്മി? ഞാൻ ഡോക്ടർ റെഡ്ഡീസ് ഫൗണ്ടേഷനിലെ സീനിയർ ഏരിയ ഹെഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. എന്താണ് നമ്മുടെ ഒരു ഓപ്പറേഷൻ എന്തൊക്കെയാണ്? ആക്ച്വലി ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറീസിന്റെ CSR പ്രോജക്റ്റ് ആണ്. ഒരുപാട് പ്രോജക്ട്സ് ഉണ്ട്. സ്ത്രീകൾക്ക് സൗജന്യമായിട്ട് സ്കിൽസ് കൊടുക്കുക. അത് നമ്മൾ എടപ്പള്ളിയിലാണ് ചെയ്യുന്നത്. അതായത് കമ്പ്യൂട്ടേഴ്സ്, ഡേറ്റ എൻട്രി, ഇംഗ്ലീഷ് ഒക്കെ പഠിപ്പിച്ച് ഒരു ജോബിൽ എത്തിക്കാനുള്ള ഫുൾ സഹായം ചെയ്തു കൊടുക്കാം. 30 തുടങ്ങി 45 വയസ്സ് സ്ത്രീകൾക്ക്. പിന്നെ അതേപോലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഗ്രാജുവേറ്റ്സ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അവർക്കും ഇതേ കോഴ്സാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. കടവന്ത്ര ഇളംകുളത്താണ്. ഒരു മാസം ഞങ്ങളുടെ ഉദ്ദേശം അവർ ജോബ് നേടി അവരുടെ കുടുംബത്തിന് സപ്പോർട്ട് ചെയ്യണം. ജോബ് നേടിയാലും ഞങ്ങൾക്ക് ഒന്നും തരണ്ട. അതേപോലെ ഭിന്നശേഷിക്കാർക്ക് നമുക്ക് പോന്നോത്തരോട് കലൂരിലുണ്ട്, +2കാർക്ക് പാലാരിവട്ടത്തുണ്ട്. ഇവിടെ തന്നെ ഈ ഇട്ടാവിട്ട് തന്നെ ഇത്രയും സംരംഭങ്ങളുണ്ട്. അപ്പൊ ഇതിന്റെ ക്രൈറ്റീരിയ എന്താ? ഇപ്പൊ ഉദാഹരണമായിട്ട് ഇപ്പൊ വീട്ടമ്മമാര് അവരിപ്പം കുറച്ച് പൈസ ഒരു കാഷ്വൽസ് ആയിട്ടുള്ള ഒരു ഫാമിലി ആണെങ്കിൽ പോലും പറ്റും ഇല്ല. അപ്പൊ എന്താണ് എങ്ങനെ നമ്മൾ സെലക്ട് ചെയ്യുന്നത്? നമുക്കൊരു ഇന്റർവ്യൂ ഉണ്ട്. അതിനകത്ത് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഭയങ്കര റിച്ച് ബിസിനസ്മാൻ ആണെങ്കിൽ അവർക്ക് തന്നെ പൈസ കൊടുത്ത് പഠിപ്പിക്കാനുള്ള അവതുണ്ടാവും. അതില്ല, ഒരു നിവൃത്തിയില്ല, വീട്ടിൽ നിന്ന് പുറത്ത് വിടില്ല. അപ്പൊ ഇത് ഫ്രീ ആണെന്ന് അറിയുമ്പോഴത്തേക്കും, അത് മാത്രമല്ല തൊഴിൽ നേടാനൊരു അവസരം ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്കും വീട്ടിലെ ആൾക്കാർ സമ്മതിക്കും. 2 മാസം പൊക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പൊ അങ്ങനത്തെ സ്ത്രീകളെ നമ്മൾ ടാർഗറ്റ് ചെയ്യും. ബേസിക് ക്വാളിഫിക്കേഷൻ എന്തെങ്കിലും വേണോ? +2 എങ്കിലും വേണം. അല്ലെങ്കിൽ ഒരു ജോബ്, സെമി സ്കിൽഡ് ജോബ് കിട്ടും. ക്ലീനിങ് അത് ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. എന്തെങ്കിലും ഒരു ഓഫീസിൽ പോകുന്ന ജോലി, അതിനൊരു +2 എങ്കിലും വേണം. അപ്പൊ അതുപോലെ തന്നെ രണ്ടാമത് പറഞ്ഞ കാറ്റഗറിയിലോ ഈ യുവാക്കളുടെ കാര്യത്തിലാണെങ്കിൽ ഗ്രാജുവേഷൻ വേണം. അല്ലെങ്കിൽ പിന്നെ അവർക്ക് കിട്ടുന്ന ജോബ് അതൊക്കെ നമുക്ക് സ്കില്ലില്ല എങ്കിലും, അല്ലെങ്കിൽ തൊഴിൽ ഗ്രാജുവേഷൻ ഇല്ല എങ്കിലും കിട്ടുന്ന ജോബാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന നല്ലൊരു സാലറിയിൽ ഒരു ജോബാണ്. അതിന് ഗ്രാജുവേഷൻ ആണ്. അപ്പൊ ഗ്രാജുവേഷൻ ഉള്ള ഒരു യുവാവ് വരികയാണെങ്കിൽ എന്താണ് പഠിപ്പിക്കുന്നത്? ഞങ്ങളിപ്പോൾ കണ്ടുവന്നിട്ടുണ്ട് സർ. MBA ആയാലും ഗ്രാജുവേറ്റ് ആയാലും അവർക്ക് ഒരു സഭാകമ്പം, ഇന്റർവ്യൂ സ്കിൽസ് ഇല്ല, ചോദിച്ചാൽ എന്ത് പറയണമെന്ന് അറിയില്ല, ഇംഗ്ലീഷ് അറിയാമെങ്കിലും പറയാനൊരു ചമ്മല, ആൾക്കാർ എന്ത് വിചാരിക്കും, മുൻവിധി ഉണ്ടോ, അങ്ങനത്തെ ഒരു ക്രൈറ്റീരിയ ആണ്. അതൊക്കെ മാറ്റി പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, പിന്നെ കമ്പ്യൂട്ടേഴ്സ് ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവില്ല, ഡേറ്റ എൻട്രി അറിയണ്ടാവില്ല, ഇതൊക്കെ പഠിപ്പിച്ച ഒരു ജോബിലേക്ക് ഹെൽപ്പ് ചെയ്യാനൊരു ആക്ച്വലി നമുക്ക് എന്താ പറയുക, പരസ്യമൊന്നും ഞങ്ങൾ ചെയ്യുന്നില്ല. വേർഡ് ഓഫ് മൗത്തിലൂടെയാണ് നമ്മൾ ഇത്രയും നാളെ സർവൈവ് ചെയ്യുന്നത്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പറഞ്ഞ 3 വിഭാഗത്തിൽപ്പെട്ട ആർക്കെങ്കിലും നിങ്ങളെ സമീപിക്കണമെങ്കിൽ എങ്ങനെയാണ്? എന്നെ കോൺടാക്ട് ചെയ്യാൻ നമ്പർ കൊടുക്കാവോ? നമ്പർ കൊടുക്കാം, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം. നിങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിക്കുക. കാരണം ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു വലിയ സഹായമായിരിക്കും അത്. ഡോക്ടർ റെഡ്ഡീസ് എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ വൺ ഓഫ് ദ ബിഗസ്റ്റ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളിലൊന്നാണ്. അവരുടെ CSR ആക്ടിവിറ്റിയാണ്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ അധികം ഓട്ടോ ഇല്ലല്ലോ അല്ലേ? ഇല്ല സർ, അത് വീട്ടാവിട്ടത്ത് തന്നെയുള്ള ഓട്ടോ. വീട്ടിൽ നിന്ന് ഈ 3 ഓഫീസുകളിലാണ്. പക്ഷേ ഈ 3 ഓഫീസുകൾ എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും കൊച്ചിൻ തിരുവനന്തപുരത്ത് പോകുന്ന പോലെയാണ്. പകലൊന്ന് ഓടിച്ചെത്തണമെങ്കിൽ അല്ലേ? എന്താണ് എത്ര കാലം എപ്പോൾ എടുത്ത്? ഇത് 2 വർഷം, 2024 ഈ 2024 ഇത് എടുക്കുമ്പോൾ ഈ സെഗ്മെന്റിൽ ധാരാളം വാഹനങ്ങളുണ്ട്. ഇത് പലതും നോക്കിയിട്ടാണ് ഇതിലേക്ക് വന്നത്. അതായത് സ്റ്റോറി പറയാം. ഞാൻ 2017 നാനോ മേടിക്കുന്നത്. മാനുവൽ നാനോ ആണ്. സെക്കൻഡ് ഓണറാണ് ഞാൻ. അതിലാണ് ഞാൻ പഠിക്കുന്നത് വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട്. ഭയങ്കര ആഗ്രഹമായിരുന്നു. കാരണം ഇതിലൂടെ നമുക്ക് ഓരോ സെന്ററിൽ പോകണം. പിന്നെ നമുക്ക് കുട്ടികൾക്ക് ജോബും നേടാൻ വേണ്ടി എംപ്ലോയീസിനെ കണക്ട് ചെയ്യണം. അവരോട് പോയി ചോദിക്കണം, ഈ സ്ത്രീകളെ നിങ്ങൾ ഹയർ ചെയ്യോ എന്നൊക്കെ ചോദിക്കണമെങ്കിൽ ഓരോ ദിവസം നമ്മൾ എന്ത് ചെയ്യണം, ഓരോ എംപ്ലോയീസിനെയും കാണണം. മാത്രമല്ല ഈ കുട്ടികളെ കണ്ടുപിടിക്കാൻ ഓരോ പഞ്ചായത്തിലൊക്കെ പോകേണ്ടി വരും. അപ്പോൾ എനിക്കൊരു ചെറിയ കോമ്പാക്ട് കാറാണ് വേണ്ടേ. ഞാനോ സൂപ്പറായിരുന്നു, ഭയങ്കര ഇഷ്ടമായി. ഞാൻ 7 വർഷം അതിൽ പയറ്റി ഓടിച്ചു. കാരണം ഒന്നാമത് സെക്കൻഡ് ഓണറാണ്. പിന്നെ ഗിയർ ഇട്ട വണ്ടി എനിക്ക് ഓടിക്കാൻ പറ്റില്ല എന്ന് എല്ലാവരും വാശി പിടിച്ചപ്പോൾ എനിക്കൊരു വാശിയായിരുന്നു അത് പഠിക്കണം. അത് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അതിന് 7 വർഷം കഴിഞ്ഞപ്പോൾ അപ്ഗ്രേഡ് ചെയ്യണമെന്ന മോഹം. അങ്ങനെ വന്നപ്പോൾ എന്നെ പൊക്കം ഇല്ലല്ലോ എനിക്ക്. അപ്പോൾ എനിക്ക് നല്ല വിസിബിലിറ്റി വേണമായിരുന്നു, ഇച്ചിരി ഹൈറ്റ് തോന്നിക്കണം. ഞാൻ കണ്ടിട്ടുണ്ട് ചില ആൾക്കാർ വണ്ടി ഓടിക്കുമ്പോൾ അവരിങ്ങനെ കുടിയിലിരിക്കുന്ന പോലെ തല മാത്രമേ കാണൂ. അതൊരു വൈബല്ല. അപ്പോൾ ഏത് വണ്ടി എടുക്കണം എന്ന് പല ഇതുണ്ടായി. എനിക്ക് എല്ലാവരും സജസ്റ്റ് ചെയ്ത വണ്ടിയാണിത്. ഒരു പ്രാവശ്യം ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തു. എനിക്ക് വേണ്ട സാധനങ്ങൾ, വിസിബിലിറ്റി, കോമ്പാക്ട്, മാനുവർ ചെയ്യാൻ എളുപ്പമാണ് സിറ്റിയിൽ. അത് മാത്രമല്ല ഭയങ്കര ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ആണ്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഐ ഫെൽ ഇൻ ലവ് വിത്ത് ഇറ്റ്. ഇപ്പൊ 2 വർഷമായിട്ട് ആ പ്രണയം നിലനിൽക്കുന്നു എന്ന് തന്നെ. ഓട്ടോമാറ്റിക് ആണ് ഇത്? ഓട്ടോമാറ്റിക്. AMD ആണ്. AMD ആകുമ്പോൾ കുറച്ചൊരു ലാഗ്, ഈ ഒരു ഗിയർ ബോക്സിന് ലാഗ് അത് തോന്നിയിട്ടുണ്ടോ? എന്നെ സംബന്ധിച്ചിടത്തോളം നാനോന്ന് അപ്ഗ്രേഡ് ആയത് കൊണ്ടും എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. വളരെ എനിക്ക് ഒരു നല്ല പിക്കപ്പും നല്ല ഇതാണ് എനിക്ക് തോന്നിയത് പേഴ്സണലി, എന്റെ അഭിപ്രായം. അല്ല, അതെന്താ വെച്ചാൽ മറ്റു ഓട്ടോമാറ്റിക്കുകൾ അധികം ഓടിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് അത് ഇത് ഫീൽ ചെയ്യുന്നില്ലെന്നുള്ളൂ. അല്ലേ? എന്താണ് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചർ?
ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കോമ്പാക്റ്റ് ആണ്. എനിക്ക് നാനോനേക്കാൾ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ആകെ ഒരു ചോയ്സ് വാഗണാർ ആയിരുന്നു. കാരണം എനിക്ക് വലിയ ബോണറ്റൊന്നും വേണ്ട, ടേൺ ചെയ്യുമ്പോൾ ഹിറ്റ് ചെയ്യുന്നൊരു പേടി എനിക്കുണ്ടായിരുന്നു. വാഗണാർ എന്റെ വൈബിനും പേഴ്സണാലിറ്റിക്ക് ചേരുന്നില്ല. കാരണം കണ്ട് ഒരു പുതിയ വണ്ടി എടുത്തായിട്ട് പോലും ജനത്തിന് മനസ്സിലാവില്ല. അപ്പൊ എന്റെ വൈബിനും എനിക്കൊരു ഭയങ്കര ഹാപ്പിനെസ് ഇത് ഓടിക്കുമ്പോൾ അതെന്താ പറയാ, അതെനിക്ക് കിട്ടിയത് ഇതിന് തന്നെ. മൈലേജ് നോക്കിയിട്ടുണ്ടോ? മൈലേജ് നോക്കിയിട്ടുണ്ട്. എനിക്കിപ്പോ 15 ആണ്. അവർ 20-25 പറഞ്ഞുവെങ്കിൽ എനിക്ക് സിറ്റിയിൽ ഇത്രേ കിട്ടുന്നുള്ളൂ. 15 മോശമല്ല സിറ്റിയിൽ പെട്രോൾ വണ്ടിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ. അപ്പൊ ഈ പറഞ്ഞ പോലെ സ്ത്രീകൾക്ക് ഏറ്റവും പറ്റിയൊരു വാഹനം എന്ന് പറയാൻ എന്താണ് ഇതിനൊരു കാരണം? എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ പറഞ്ഞല്ലോ ഇതിന്റെ ഫ്രണ്ട് എനിക്ക് ഫ്രണ്ട് ബോണറ്റ് ഭയങ്കര സ്പേസ് ആണെങ്കിൽ ഒരു ടെൻഷൻ പോലെയാണ്. അത് കോമ്പാക്റ്റ് ആണ്. നല്ല എനിക്ക് ഹൈറ്റ് കുറഞ്ഞ ആൾക്കാർക്ക് ഹയർ വിസിബിലിറ്റി എനിക്ക് തോന്നുന്നുണ്ട്. വളരെ സ്മൂത്ത് ഡ്രൈവാണ്. ഞാൻ എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ ഞാൻ നാനോ ആയിട്ടാണ് കേട്ടോ കമ്പയർ ചെയ്യുന്നത്. അപ്പൊ എനിക്ക് വളരെ സ്മൂത്ത്, മറ്റത് കുറച്ച് ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരു ഫീലാണ്. വളരെ സ്മൂത്താണ്. എന്താ പറയാ, ബ്ലോക്കിലൊക്കെ നമുക്ക് പെട്ടെന്ന് മാനുവർ ചെയ്യാൻ പറ്റും. അതൊക്കെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പാർക്കിംഗ് വളരെ എളുപ്പമാണ്. റിവേഴ്സ് സെൻസർ അതൊക്കെ ഇതിനകത്തുണ്ട്. കമ്പയർ ടു ദ കാർ എനിക്ക് വളരെ വളരെ കംഫർട്ടബിൾ. ദൂരമൊക്കെ പോയിട്ടുണ്ടോ? ഞാൻ ആകെ പോകുന്ന തൃശ്ശൂർ വരെ പോയിട്ടുള്ളൂ. ചാലക്കുടി തൃശ്ശൂർ അതേ ഒരു ട്രിപ്പ് നടത്തിയിട്ടുള്ളൂ. അല്ല, പുറത്തേക്ക് അതേ സിറ്റിയിലാണ് കൂടുതൽ ഇട്ടാവട്ടത്ത് പോകുന്നത്. പിന്നെ എനിക്ക് മൂന്നാറൊക്കെ പോകണമെന്നുണ്ട്. പക്ഷെ ആ കേട്ടൊക്കെ ഒരു ടെൻഷനാണ്. പക്ഷെ അത് എൻ്റെ ഒരു ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു കാര്യമാണ്. ഈ ദൂരെയൊക്കെ ഓടിച്ചു പോകുമ്പോഴത്തേക്ക് ഇപ്പൊ മാരുതി വണ്ടികളെ പറ്റി പലപ്പോഴും സേഫ്റ്റി കുറവാണെന്നൊരു ഫീൽ വരുമെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ നാനോ എടുക്കുമ്പോൾ എല്ലാവരും എന്നെ വഴക്ക് പറഞ്ഞു. അതൊരു ഹിറ്റ് വന്ന ഒട്ടും പ്രൊട്ടക്ഷൻ അല്ല. അതിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് വളരെ സേഫ് ആയിട്ടാണ്. കാരണം നമുക്ക് അറിയാവുന്നതല്ലേ സാർ. തീർച്ചയായിട്ടും തന്നെയല്ല ഇതിനെപ്പറ്റി ശരിക്കും ഒരു ആരും അങ്ങനെ എതിരഭിപ്രായം ഒന്നും പറയാറില്ല. കാരണം ഇപ്പോൾ വാഗണാർ ഇതോട്ട് കമ്പയർ ചെയ്യുമ്പോൾ വാഗണാറിന്റെ ഫീച്ചേഴ്സ് വളരെ കുറവാണ്. പിന്നെ ഈ പറഞ്ഞ പുതിയ വണ്ടി വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ കൊണ്ടിട്ട് അയൽവക്കാർ പോലും ചോദിക്കുന്നത് പഴയ വണ്ടി വാങ്ങിച്ചത്. ആ ഒരു ഫീൽ ആയിരുന്നു എൻ്റെ ആകെപ്പാട്. ലൈക്ക് എൻ്റെ ഓപ്ഷൻസ് ലിമിറ്റഡ് ആയിരുന്നു. എനിക്ക് വേണ്ട ഒരു സെഡാൻ അല്ല, എനിക്ക് വേണ്ടത് ഇങ്ങനത്തെ ഒരു കോമ്പാക്ട് കാറാണ്. അപ്പൊ എനിക്ക് ഓപ്ഷൻസ് ആകെ വന്നത് പിന്നെ വാഗണാറും ഇതുമാണ്. അപ്പൊ അതിൽ ഞാൻ ചൂസ് ചെയ്തത് ഇതാണ്. ഈ സർവീസിനെ കൊടുക്കുന്നത് വീട്ടിലാരെങ്കിലും ആണോ അതോ സ്വയം കൊടുക്കണോ? ഞാൻ സ്വയം കൊടുക്കും. പിന്നെ എൻ്റെ ഹസ്ബൻഡും മോനും ഒക്കെ. അപ്പൊ സർവീസ് കോസ്റ്റ് എങ്ങനെയുണ്ട്? എനിക്ക് ഫ്രീ സർവീസസ് ഉണ്ടായിരുന്നു. പിന്നെ അധികം സർവീസ് കോസ്റ്റ് ഇല്ല. മാരുതി ആണല്ലോ, നമുക്ക് എല്ലാം സർവീസ് ഉൾപ്പെടെ എല്ലാം കോമ്പാക്ട്. അതെ അതെ. അപ്പൊ എന്താണ് പരിപാടി? ഇത് എത്ര കാലം ഉപയോഗിക്കാനാണ്? ഞാൻ പറഞ്ഞല്ലോ നാനോ പോലും 7 years ഞാൻ ഉപയോഗിച്ച് അപ്ഗ്രേഡ് ചെയ്തത് ഒട്ടും വയ്യാണ്ടായത്. ഓടിക്കാനേ പറ്റാതെ. ഇവിടെ ഞാൻ വണ്ടി ഓടിക്കുമ്പോഴത്തേക്ക് വീട്ടിൽ 1 kilometer ഇപ്പൊ എത്തും. അത്രയും സ്വരം അതിന്. അപ്പൊ അങ്ങനെ വന്നപ്പോ മാത്രമാണ് ഞാൻ ഇതിലേക്ക് അപ്ഗ്രേഡ് ചെയ്തത്. ഞാൻ അങ്ങനെ പെട്ടെന്ന് വണ്ടി മാറുന്ന ആളല്ല. ഞാൻ ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആവണത് വരെ ഇത് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനാണ് ആഗ്രഹം. ഈ പുതിയ വണ്ടികളൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ? ഞങ്ങൾക്ക് വീട്ടിൽ ഥാറുണ്ട്, ഞാൻ ഓടിച്ചിട്ടുണ്ട്. പക്ഷെ അത് പറഞ്ഞതുപോലെയാണ് നമുക്ക്. അത് വേളാങ്കണ്ണിയിൽ ഞങ്ങൾ പോയിട്ടുണ്ട്. മാറി ഹസ്ബൻഡും ഞാനൊക്കെ ഓടിക്കും. അതെനിക്ക് മെയിൻ റോഡിലും വലിയ ഓക്കെയാണ്. പക്ഷെ നമ്മുടെ ഇടവഴി കൂടെ ഒന്നും പോകാൻ പറ്റില്ല. നമ്മൾ പോകുന്ന സ്ലംസിലൊന്നും നമുക്ക് പോകാൻ പറ്റത്തില്ല. ഇതാവുമ്പോ അതൊക്കെ എവിടെ വേണമെങ്കിലും പോകാം. എന്തിന് വീട്ടിലിപ്പോ എന്റെ ഹസ്ബൻഡ് ആയാലും മോനായാലും അവർക്ക് പെട്ടെന്ന് ഒരു സ്ഥലത്ത് പോകണം, അവർ ഥാർ എടുക്കില്ല, ഇത് തന്നെ എടുക്കുള്ളൂ. ഇതാണ് ഇപ്പൊ അവരെല്ലാരും ഇതിന്റെ ഫാനാണ്. ഞാനിപ്പോ എന്റെ വീട്ടിൽ 3-4 വണ്ടി ഉണ്ടെങ്കിൽ ഞാൻ കോമന്റ് എപ്പോഴും എടുക്കുന്നു. കാരണം ഇത് ഇതുപോലെ തന്നെയാണ്, എവിടെ കൊണ്ടുപോയിടാം, എങ്ങനെ ഓടിക്കാം, അങ്ങനെ ഒരു ചോദ്യങ്ങളുണ്ട്. അത് 2 വർഷം മുമ്പ് ഇത് എടുക്കുമ്പോൾ ചെറിയ കോമ്പാക്ട് ഈ ഇലക്ട്രിക് വാഹനങ്ങളുണ്ട്, അങ്ങനെ ഒന്നും നോക്കിയിട്ടില്ല. ഞാൻ കോമറ്റ് കാണാറുണ്ട്. അപ്പൊ എല്ലാവരും പറയുന്നത് ഭയങ്കര കോസ്റ്റ്ലിയാ. പക്ഷെ എന്തോ എനിക്കത് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നെ അതിനകത്ത്. കാരണം ഞാൻ ശ്രദ്ധിച്ച ആൾക്കാരൊക്കെ ശ്രദ്ധിക്കും. നമ്മൾ കോമറ്റ് ആയിട്ട് പോകുമ്പോൾ എല്ലാരും നമ്മൾ നോക്കുക. ഇതാവുമ്പോഴത്തേക്ക് അങ്ങനെയല്ല. ദിസ് ഇസ് ലൈക്ക് ഓക്കെ, കംഫർട്ടബിൾ, അതേ കിട്ടുന്നുണ്ട്. പിന്നെ വേറൊരു ഫീലാണ്. എത്ര രൂപയായിരുന്നു ഓണ്ടോട്? 8.5 അത്രയാണ്. പക്ഷെ ഒരു 9 ലക്ഷം രൂപ കൊടുത്ത് ഇങ്ങനെ ഒരു വണ്ടി വാങ്ങിക്കാൻ ആരെങ്കിലും സജഷൻ ചോദിച്ചാൽ എന്തായിരിക്കും? ഞാൻ ഡെഫിനറ്റ്ലി തീർച്ചയായിട്ടും മേടിക്കണം എന്ന് മാത്രമേ പറയുള്ളൂ. കാരണം എനിക്ക് ഇതുവരെ ഒരു നെഗറ്റീവ് ഒന്നും തോന്നിയിട്ടില്ല. ഞാൻ ഫുൾ ഹാപ്പിയാണ്, സാറ്റിസ്ഫൈഡ്. നല്ല വളരെ ക്ലീൻ ആയിട്ട് കൊണ്ടു നടക്കുന്നതൊക്കെ അങ്ങനെ തിളങ്ങി നിൽക്കുകയാണ്. സ്ത്രീകളുടെ അടുത്ത് അങ്ങനെ കാര്യങ്ങളുണ്ട്. വണ്ടി ചെളി പിടിച്ചൊന്നും കൊണ്ടു നടക്കില്ല അല്ലേ? എല്ലാവരും നല്ല ക്ലീൻ ആയിട്ട് കൊണ്ടു നടക്കുള്ളൂ. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം. കാരണം നമ്മളെപ്പോഴും ഈ സ്ത്രീകളെപ്പോഴും അന്വേഷിക്കുന്നതാണ് ഇത് എങ്ങനെയുണ്ട്, ഇത് വാങ്ങിക്കാൻ പറ്റുന്ന വാഹനമാണ്. അപ്പോൾ കൃത്യമായൊരു ഫീഡ്ബാക്കാണ് കിട്ടിയിരിക്കുന്നത്. അതുകൂടാതെ വളരെ വലിയൊരു കാര്യമാണ് ആദ്യം പറഞ്ഞത്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു സ്കിൽ ഡെവലപ്മെൻറ്റ് താല്പര്യമുണ്ടെങ്കിൽ അതും നിങ്ങൾ ഈ പറഞ്ഞ പോലെ വലിയ റിച്ച് ആൾക്കാരുടെ കാര്യമല്ല കേട്ടോ. അങ്ങനെയുണ്ടെങ്കിൽ ഞാൻ നമ്പർ കൊടുക്കാം, വിളിച്ചിട്ട് നിങ്ങൾക്ക് അത്തരം കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ചെല്ലാവുന്നതാണ്.
അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ അപ്പോൾ എന്തായാലും ഹാപ്പി മോട്ടറിംഗ്. ഓപ്പർച്യൂണിറ്റി. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പോൾ റാപ്പിഡ് ഫയർ അവസാനിക്കുകയാണ്. എന്തായാലും ഞാൻ ആദ്യം പറഞ്ഞ കാര്യം മറക്കണ്ട. അത്യാഹിതങ്ങളിൽ നിന്ന് കുടുംബത്തെ സാമ്പത്തികമായി രക്ഷിച്ചെടുക്കാൻ ഒരു ടേം ഇൻഷുറൻസ് എല്ലാ കുടുംബത്തിനും നിർബന്ധമാണെന്നുള്ള കാര്യം ഓർക്കുക. അതിപ്പോൾ അത്യാവശ്യം വേണ്ട കാര്യമായതുകൊണ്ടാണ് സർക്കാർ പോലും GST ഒക്കെ ഒഴിവാക്കി നമ്മളെ അതിലേക്ക് ഇങ്ങനെ ആകർഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെ ലീഡിംഗ് കമ്പനികൾ കമ്പയർ ചെയ്ത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ടേം ഇൻഷുറൻസ് പോളിസി എടുക്കാനുള്ള ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ 15% വരെ ഡിസ്കൗണ്ടോട് കൂടി ടേം ഇൻഷുറൻസ് നമുക്ക് എടുത്തു വയ്ക്കാം. അതല്ലെങ്കിൽ ഈ QR കോഡ് സ്കാൻ ചെയ്യാലും മതി. എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, മറക്കരുത്. അപ്പോൾ അടുത്ത ആഴ്ച മറ്റൊരു റാപ്പിഡ് ഫയർ കാണാം. വീഡിയോ ഉണ്ട്. എല്ലാവർക്കും നന്ദി. ബൈ.